ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഈ ചിത്വാനിൽ തന്നെ ഗ്രാമപ്രദേശത്തുള്ള 2 സ്ഥലത്തേക്കാണ്. ഒരു പാർക്കിലേക്കും അതുപോലെ തന്നെ ഒരു ഹിൽ സ്റ്റേഷനിലേക്കും. സാമുവലും പിന്നെ 2-3 നേപ്പാളി ഫ്രണ്ട്സും ഞങ്ങളൊപ്പം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഇതൊരു പാർക്ക് പോലത്തെ സ്ഥലമാണ്. ഇവിടുത്തെ പിള്ളേരൊക്കെ വൈകിട്ടും പകലൊക്കെ വന്നിരിക്കുന്ന സ്ഥലം. അവിടെ ഒരു കടയുണ്ട്. വാട്ട് ബ്രോ? ബട്ട് ഈവനിങ് ടൈം നീഡ്സ് ടു കം. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ടെമ്പിളോ? Oh, this is Samuel. Hello. Samjos. Okay, hello guys. everyone. This is Samuel from Nepal. This is Rohan. Rohan. This is who is you? Susila. It's me, Susila. Okay, Susila from Nepal. And which is this park? What is Eco Park. ഇത് നേപ്പാളിലെ ഫ്രണ്ട്സ് ഞങ്ങളിങ്ങനെ വെറുതെ ഇറങ്ങിയതാ. ഇവിടെ ഒരു അടുത്തുള്ളൊരു പാർക്ക്. അപ്പം ഞങ്ങൾ ചുമ്മാ വെറുതെ ഇറങ്ങിയതാ കാണാൻ വേണ്ടി. നല്ല കട്ട വെയിലാണ്. നേപ്പാളില് ICPF എല്ലായിടത്തും ഉണ്ട്. ICPF എല്ലായിടത്തും ഉണ്ട്. വേൾഡ് വൈഡ് ICPF ആദ്യമായിട്ടാണ് മനസ്സിലാകുന്നത്. Swimming pool is there but no water. Without water swimming pool. അതെ, വെള്ളമില്ലാത്ത സ്വിമ്മിംഗ് പൂളാണ്. ഉണ്ട് ഗൈസ്, വെള്ളമുണ്ട്. കുറേ വഴിയൊക്കെ ഉണ്ട് കാറിലേക്ക്. കുറേ പിള്ളേരൊക്കെ നടന്നോണുണ്ട്. പിള്ളേർക്കൊക്കെ ഇപ്പോൾ ഇരിക്കാനൊക്കെ പറ്റിയ സെറ്റപ്പാണ്. ക്ലാസ് കട്ട് ചെയ്ത് ഇരിക്കാൻ പറ്റി. ഷോർട്ട് കട്ട് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നിട്ടത് വളരെ വഴി ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എത്രയും ഡെവലപ്പായിട്ടുള്ള ആഗ്രഹമൊക്കെ പോയിരിക്കാനൊരു സ്ഥലമില്ലാത്തൊരു പാർക്കില്ലാത്ത ഇത്രയും പാവപ്പെട്ടവരും ഇത്രയും ഡെവലപ്മെന്റ് അല്ലാത്ത കൺട്രിയാണ്. എങ്കിൽ പോലും ഇവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പാർക്ക്. ആലുവിലൊക്കെ ഒരു പാർക്കുണ്ടെങ്കിലും അത് മറ്റേ ചിൽഡ്രൻസ് പാർക്കാണ്. അല്ലാതെ വൈകുന്നേരമൊക്കെ പോയിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പേസ് ഒക്കെ ഉണ്ടാക്കാൻ നല്ല കാര്യം. ഇതൊക്കെ കാണുമ്പോൾ നല്ല വിഷമമാണ്. Hello brother. Hello. Brother, what is this? Answers. Urumbungudi. ICPF Nepal impacting the new generation. No problem, go bro. ഇത് മറ്റേ കപ്പിൾസിൻ്റെ ഒക്കെ പ്ലേസ്. ഇത് മറ്റേ കപ്പിളിൻ്റെ സ്ഥലമാണ്. അവിടെ ആരാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്.
ഇതിൻ്റെ അകത്തെ കൂടി വരുമ്പോൾ ഇങ്ങനെ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ മൊത്തം മറ്റേ കഞ്ചാവ് പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സൈഡ് എടുക്കാഞ്ഞത്. മൊത്തം മരുന്നൊക്കെ അടിച്ചിരിക്കുകയാണ്, കിറങ്ങി അടിച്ചിരിക്കുക. അതാണ് അത് വീഡിയോ എടുക്കാഞ്ഞത്. അവന്മാരെന്തെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ചു. നമ്മുടെ വേപ്പലയെന്ന് തോന്നുന്നു. ആദ്യം നമ്മുടെ വേപ്പലയാണ്. കാട് മൊത്തം ഉണ്ട്. വേപ്പില, കറിവേപ്പില ഇവിടെ കുറച്ചൊക്കെ യൂസ് ചെയ്യുള്ളവർ, അതെല്ലാവരും യൂസും ചെയ്യില്ല. അതുകൊണ്ട് കാട്ടിലൊക്കെ വെറുതെ നിൽക്കുന്നുണ്ട്. എങ്ങാണ്ട് കാട്ടിലേക്കൊക്കെ വിളിച്ചുകൊണ്ടുകൊണ്ട് അറിയില്ല. വള്ള മതിലിയാട്ടം. ജമ്പ് ജമ്പ്. ആ നേപ്പാളിലൊരു മതിലിയാട്ടം. ഗോ. You are not going. ആ നേപ്പാളിലെ മതിലിയാട്ടം. ഞാനിതിൽ നോക്കോളാം. He will check. എടാ അങ്ങോട്ട് വാടാ. അതിൻ്റെ ഉള്ളിൽ എവിടെ? എടാ അതിൻ്റെ ഉള്ളിലേക്ക് കൂടി വാ. ആ സിമ്പിളായിട്ട് വരാ. സാമിൻ്റെ മതിലിയാട്ടം. അയ്യോ ഇവിടെ കുറെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. What is this? ബുദ്ധിസ്റ്റിന്റെ എന്തോ ടെമ്പിൾ വരുന്നു. ഇവിടുത്തെ പിള്ളേരൊക്കെ അടിപൊളിയാണ് ഗൈസ്. എല്ലാവരും നല്ല കൂട്ടാണ്. എന്തൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. മറ്റേ ചിത്രാന്റെ വീഡിയോയിൽ കണ്ടപോലെ തന്നെ ഫുൾ ടൈം ചിരി മാത്രമേ ഉള്ളൂ ഗൈസ്. അങ്ങനെ സാം ജോസിന് സെറ്റായി ഗൈസ്. ഗൈസ് അങ്ങനെ സാം ജോസിന് നേപ്പാളിൽ നിന്ന് സെറ്റായി. विद्रोही अनज्ञकारी पुरानी त्याग्नु भएन प्रेम गरिरहनु भयो. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയായി. ഒരു ഹിൽ സ്റ്റേഷനാണത്. കുറേ ഓഫ് റോഡൊക്കെ ഉള്ള റോഡാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇവരോട് ഇവിടെ വെച്ച് ബൈ ബൈ പറയാണ്. എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഗൈസ് അങ്ങനെ ഏതൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ അറിയുള്ളൂ. മലയുടെ മേലൊക്കെ പോകണമെന്ന് തോന്നുന്നു. ടിക്കറ്റ് എടുക്കണം ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പ്രസ്. ഫ്രണ്ടിലേക്ക് ഡിയോ. അപ്പോൾ ഞാൻ നിറവി. ഇവിടെ മൊത്തം എന്തോ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടിട്ട് വരാം. ആ ഓ മറ്റേ കഴുകനുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് കഴുകൻ. ആ വത്സൻ. വലിയ സാധനം. പണ്ട് കാണാൻ മണപ്പുറത്തൊക്കെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്.
crocodile. Real crocodile. Just look like a Statue. Crocodile always like that. Yes, it's working. Yeah. Paint also there in his face. Nice python. Face ഇവിടെ ഉണ്ട്. ഓ ഇവിടെ ഒരു പൊളി പൂളുണ്ട് കേട്ടോ, അടിപൊളി. ഓ ആ 150 രൂപ നേപ്പാളി റുപ്പീസ് കൊടുക്കാം ഇവിടെ സ്വിം ചെയ്യാം. ഓ ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച നേപ്പാൾ യാത്ര. എനിക്കിങ്ങനെ കാടും മലയൊക്കെ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ അത് ഇപ്പോഴാണ് സാധിച്ചത്. ഗൈസ് മെമ്മറി ഫുള്ളായിരുന്നു. അങ്ങനെ അടിപൊളി ഒരു ഓഫ് റോഡൊക്കെ കയറി ഞങ്ങൾ ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റിലെത്തി. ഇവിടെ ഒരു വാച്ചിങ് ടവർ ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ മേളിലോട്ടാണ് കയറുന്നത്. അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഞാൻ വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ചെയ്ത് ഇപ്പോഴാണ്. കാരണം ഓഫ് റോഡും എക്സ്പൾസ് ഇതൊക്കെ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോഴാണ് അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയത്. ഇത് അടിപൊളി ഒരു ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവർ ഈ മലയുടെ മേളിൽ വരെ നമ്മളെ വണ്ടികൾ വിടുന്നുണ്ട്. റോഡില്ലെങ്കിലും നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നടന്നു പോകേണ്ടി വരും. ഇതാണ് വാച്ചിങ് ടവർ. വെള്ളം തണ്ടൊക്കെ ഉണ്ടാക്കണ്ട. ഇച്ചിരി ഇവിടെ വന്നതാണ് ഏറ്റവും ഹാപ്പി ആയത്. ഫസ്റ്റത്തെ ഒരു തട്ടാണ്. ഇവിടെ നിന്നുണ്ടെങ്കിൽ ചിത്വാന ഏരിയ മൊത്തം കാണാം.
വെള്ളത്തിയാണ്. മൊത്തം ചുറ്റുവാൻ്റെ ഏരിയ ഉള്ളേരിയാണ്. ടൗണിൽ ഇത് കാണില്ല. അപ്പുറത്ത് ഫോഗ് ഓക്കെ. ഫ്രണ്ട്സ്, അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് സൗറ നാഷണൽ പാർക്കിൻ്റെയൊക്കെ പുറകിലേക്കുള്ളൊരു റോഡിലെവിടെയാണ്. അത് ഒരു ഗ്രാമപ്രദേശത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം തന്നെയാണ്. നാരായണി റിവറിൻ്റെ സൈഡിലേക്കുള്ളൊരു റോഡാണിത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. राइडर है, इसके लिए प्रॉब्लम नहीं इनको. ഗായ്സ്, ഇവിടെ എല്ലാ രാജ്യത്തിൻ്റെയും കൊടിയുണ്ട്. അടിപൊളി. ഇന്ത്യ എവിടെയാ? ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. ഇന്ത്യ കാണും. ഗായ്സ്, ഇങ്ങനെ ഞങ്ങൾ നാരായണി റിവറിൻ്റെ സൈഡിലേക്ക് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട്. ഒരു അടിപൊളി ഗ്രാമം, ഒരു അടിപൊളി വീടൊക്കെ നല്ല അടിപൊളിയുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫീലാണ് ഇതിൽ പോകുമ്പോൾ. ഒരു പ്രത്യേക ഒരു ഫീൽ. റോഡിൻ്റെ മാത്രമല്ല, ഈ സൈഡിലെ പച്ചപ്പും മലകളും, പിന്നെ ഈ കാണുന്ന ഈ നാരായണി റിവർ കാണുന്ന പോലെ അത്ര സെറ്റപ്പ് ഒന്നുമല്ല. ഇതിൻ്റെ ഉള്ളിൽ ക്രോക്കഡൈലൊക്കെ ഉണ്ട്. പല സ്ഥലത്ത് ഞങ്ങൾ കണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി കാണുകയാണെങ്കിൽ എടുക്കാം. ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് റൈനോനൊക്കെ ഉണ്ടാക്കണ സെറ്റപ്പ് വുഡ് വെച്ച്. അടിപൊളി. ഇവിടെ മറ്റേ സൗറ നാഷണൽ പാർക്കിൽ നിന്ന് ഈ ഫോറസ്റ്റ് സഫാരി, ജംഗിൾ സഫാരി ഒക്കെ കൊണ്ടുപോകണ വണ്ടികളാണിത്. ഇഷ്ടംപോലെ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യക്കാരും ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. ഇന്ത്യക്കാരില്ലാത്ത സ്ഥലമില്ലല്ലോ. ഇത് മൊത്തം ഫോറിനേഴ്സാണ്. ഇതിൻ്റെ അകത്തൊക്കെ മറ്റേ ക്രോക്കഡൈൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് അവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഫോറിനേഴ്സ്.
ഇവിടെ ക്രോക്കഡൈലൊക്കെ ഉള്ള പുഴയിലെ കൂടി ബോട്ടിങ് ഉണ്ട്. Did you see? Rhino. ഓൺ വാട്ടർ Huh? വാട്ടർ In water. Yeah. ഓ റൈനുണ്ട് വാട്ടറിൽ, പക്ഷെ ക്ലിയർ അല്ല. Rhino. ഗൈസ് ഇവിടെ ഒരു റൈനോസറിനെ കണ്ട്, പക്ഷെ അത് ക്ലിയർ ആയിട്ട് കാണില്ല, അത് കുളിക്കാൻ വെള്ളത്തിൽ കിടന്ന്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, അത് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് ആ റോഡ്. അതുകൊണ്ട് മറ്റേ ഫോറസ്റ്റിൻ്റെ വണ്ടിക്ക് അത്ര അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ ബൈക്ക് കയറ്റി പോകില്ല, അവിടെ കിടന്ന് കുളിക്കാനുണ്ട്. ഇവിടെ ഞങ്ങൾ നിൽക്കുന്നതിന് താഴ്ത്തി രണ്ട് തൈ നിൽക്കുന്നുണ്ടോ? ഇതെന്ത് തയ്യ? വാട്ട് ഈസ് ദിസ് ബ്രോ? ഗൈസ് അങ്ങനെ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ക്രോക്കഡൈൽ അവിടെ കിടക്കണേ. നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ല എന്നറിയാതെ അതുകൊണ്ട് ഡയറക്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ജസ്റ്റ് ഇവിടെ ഞങ്ങൾ നിൽക്കണതിൻ്റെ ഗൈസ് ഇത് ഞങ്ങൾ വന്നൊരു വഴിയാണ്. പെട്ടെന്നാണ് കണ്ടത് ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നത് ഗഞ്ച. ഓ ഗഞ്ച ബോബ് മാർലിയുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ വെറുതെ നിൽക്കുന്ന സാധനമാണ് ഗഞ്ച. പക്ഷേ ഇവിടെ ഇല്ലീഗലാന്ന് പറയണേ. പക്ഷെ എവിടെ നോക്കിയാലും പാടത്തും പറമ്പിലും റോഡിൻ്റെ സൈഡിലൊക്കെ അത് കാണാം. ഇപ്പുറത്ത് ഫോറസ്റ്റാണ്, പക്ഷേ ഇത് ഒരു റോഡാണ്, റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഫുൾ ഇലയും ചെടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു എലിഫൻറ്റിൻ്റെ ഒരു സംഭവം കണ്ടത്. ഇത് ഫോറസ്റ്റിൽ നിന്ന് പിടിച്ചിട്ട് മെരിക്കെടുക്കുന്ന സ്ഥലമാണ്, ട്രെയിൻ ചെയ്യണ സ്ഥലം എലിഫൻറ്റിനെ. അപ്പോൾ ഇവിടെ കുഞ്ഞാനുണ്ട്, അതുകൊണ്ട് മറ്റേ എലിഫൻ്റൊക്കെ കുറച്ച് വയലൻ്റ് പോലത്തെ എലിഫൻസ് ഫോറിനേഴ്സൊക്കെ കാണാവുന്നുണ്ട്. ദിസ് ഈസ് സൈമൺ ബ്രോ ഫ്രം നേപ്പാൾ. ഇന്ന് സൈമണാണ് ഞങ്ങളുടെ ഗൈഡ്. അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ഫോറിനറൊക്കെ അടുത്തോട്ട് ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ വന്നേന്ന് പറയാൻ പറ്റില്ല, അടുത്തോട്ടധികം പോകണം. ഓക്കെ ഗൈസ്, ശരിക്കും ഇവിടെ വന്നതിന് ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ റോഡിലേക്ക് വന്നപ്പോൾ കണ്ടപ്പോൾ കയറിയതാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഈ വഴി വന്ന് ഈ സൗറയുടെ ഒരു ബാക്ക് സൈഡായിരുന്നു ഇപ്പോൾ നമ്മൾ വന്നത്. അവിടെ നിന്ന് നമ്മളന്ന് വന്ന മുതലേനെ കണ്ട സ്ഥലത്തെത്തി. അപ്പോൾ അതിൻ്റെ ബാക്കിലേക്കുള്ളൊരു വഴിയായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോയിരുന്നു.